ഹരേ കൃഷ്ണ. മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാഭാരതത്തിൽ മൊത്തം 18 പർവ്വങ്ങളാണ്. ആദിപർവം പറഞ്ഞു കഴിഞ്ഞു, സഭാപർവം പറഞ്ഞു കഴിഞ്ഞു. ഇനി വനപർവത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. ജനമേജയ രാജർഷി വൈശമ്പായന മഹർഷിയുടെ അടുത്താണ് ചോദിക്കുന്നത്. അവർ ആ കാട്ടിൽ എങ്ങനെ ജീവിച്ചു? അത്യാപത്തിൽ അവരെ ആരൊക്കെ പിന്തുടർന്നു? ആ മഹാശയന്മാർ എവിടെ താമസിച്ചു? 12 വർഷം എങ്ങനെ കാട്ടിൽ കഴിഞ്ഞുകൂടി? സർവ സ്ത്രീകളിലും ശ്രേഷ്ഠതയും പതിവ്രതയും മഹാഭാഗയും സത്യവാദിനിയുമായ രാജപുത്രിയുമായ ദ്രൗപദി എങ്ങനെ വനവാസം ചെയ്തു? മഹാവിക്രമികളായ അവരുടെ ചരിത്രം കേൾക്കുവാൻ ഞങ്ങൾക്ക് കൗതുകമുണ്ട്. വൈശമ്പായന മഹർഷി ആ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. അങ്ങനെ ദുർബുദ്ധികളായ ധൃതരാഷ്ട്രന്മാരുടെ ഉപദ്രവം കാരണം പാണ്ഡവന്മാർ വർദ്ധമാനം എന്നു പേരായ പുരദ്വാരത്തിലൂടെ പാഞ്ചാലിയോട് ചേർന്ന് വടക്കോട്ട് യാത്രയാരംഭിച്ചു. ഇന്ദ്രസേനൻ മുതലായ 14 ഭൃത്യന്മാർ അവരുടെ ഭാര്യമാരോട് കൂടെ രഥത്തിൽ ഇവരെ പിന്തുടർന്നു. എന്നാൽ അവിടെയുണ്ടായിരുന്ന ജനങ്ങൾ ദുഷ്ടനായ ദുര്യോധനൻ ശകുനിയുടെ സഹായത്തോടെ രാജ്യം ഭരിക്കുകയാണെങ്കിൽ പിന്നെ ഈ വംശമില്ല, നമ്മളുമില്ല, നമ്മുടെ വീടുമില്ല, പിന്നെ ആചാരമെവിടെ, ധർമ്മമെവിടെ, സുഖമെവിടെ? പാപികളായ ആ മന്ത്രിമാരോട് കൂടെ ആ മഹാപാപിയായ ദുര്യോധനൻ രാജ്യം ഭരിക്കുകയാണെങ്കിൽ ലോകം മുടിയും എന്ന് പറഞ്ഞ് പാണ്ഡവരെ പിന്തുടർന്ന് പാണ്ഡവരുടെ അടുത്തെത്തി. എന്നാൽ യുധിഷ്ഠിര മഹാരാജാവ് ആ ജനങ്ങളോടായി പറഞ്ഞു, മുത്തച്ഛനായ ഭീഷ്മ പിതാമഹനും വിതുരനും മഹാരാജാവും അമ്മയും മറ്റു മിത്രങ്ങളും ഹസ്തിനാപുരിയിലുണ്ട്. അവരെ ഞങ്ങളുടെ ഇഷ്ടത്തിനു വേണ്ടി നിങ്ങൾ കരുതിക്കൊള്ളണം എന്ന് ആശ്വസിപ്പിച്ച് ആ ജനങ്ങളെ ഹസ്തിനാപുരിയിലേക്ക് തിരിച്ചയക്കുകയാണ് യുധിഷ്ഠിര മഹാരാജാവ് ചെയ്തത്. പിന്നീട് പാണ്ഡവന്മാർ തേരിൽ കയറി ഗംഗാതീരത്ത് പ്രസിദ്ധമായ പ്രമാണ എന്ന് പേരായ ഒരു മഹാവടവൃക്ഷത്തിൻ്റെ സമീപത്തെത്തി. രാവിലെ അവിടെ കഴിച്ചുകൂട്ടി രാത്രി ഗംഗയിൽ കുളിച്ച് അവിടെ താമസിച്ചു. അന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ല, ശുദ്ധമായ ഗംഗാജലം മാത്രം കുടിച്ചു. അവരുടെ അടുത്തേക്ക് വന്നു ചേർന്ന ചില ബ്രാഹ്മണർ അവിടെ വെച്ച് ശിഷ്യന്മാരോടുകൂടെ ഹോമാദി കർമ്മങ്ങൾ ചെയ്തു. ബ്രഹ്മജ്ഞരായ അവരാൽ ചുറ്റപ്പെട്ടപ്പോൾ രാജപുത്രന്മാർ ശോഭിച്ചു. പ്രഭാതമായപ്പോൾ പാണ്ഡവന്മാർ കാട്ടിലേക്ക് നടക്കുന്ന സമയത്ത് ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുന്ന ബ്രാഹ്മണർ അവരുടെ മുമ്പിൽ വന്നു ചേർന്നു. അവരെ കണ്ടപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ഹേ ബ്രാഹ്മണരെ, ഞങ്ങളുടെ നാടും ശ്രീയും സർവവും പോയി. ഇനി ഞങ്ങൾ കാടു കയറുകയാണ്. ഫലമൂലങ്ങളും ഭക്ഷിച്ച് ജീവിക്കുന്നവരായി തീർന്നു. ഞങ്ങളുടെ കൂടെ നിങ്ങൾ വന്നാൽ നിങ്ങളും ദുഃഖിക്കേണ്ടി വരും. നിങ്ങളെ ദുഃഖിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഹേ ബ്രാഹ്മണന്മാരെ, നിങ്ങൾ പിന്തിരിഞ്ഞു പോയാലും. പക്ഷേ ബ്രാഹ്മണർ പറഞ്ഞു, ഹേ രാജാവേ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു. മാത്രവുമല്ല, ഞങ്ങളെ പോറ്റേണ്ട കാര്യത്തെപ്പറ്റി ഭവാൻ വിഷമിക്കരുത്. ഭക്ഷണം ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ തന്നെ സമ്പാദിച്ച് നിങ്ങളെ പിന്തുടരാനാണ് ഞങ്ങളുടെ ഇഷ്ടം. ധ്യാനവും ജപവും മറ്റുമായി നല്ല കഥകൾ നിങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ അങ്ങേക്ക് ശുഭം നൽകാം. നല്ല കഥകൾ പറഞ്ഞ് നിങ്ങളോടുകൂടെ മനസ്സിന് ആനന്ദത്തോടെ ഇരിക്കാം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ സമയത്ത് അവിടേക്ക് ശൗനക മഹർഷി വരികയാണ്. ശൗനക മഹർഷിയോടായി യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു, ഭവാനെ, എൻ്റെ കൂടെ ദേവാദിദേവകളായ ബ്രാഹ്മണർ പോരുന്നു. അവരെ പോറ്റുവാൻ എനിക്ക് കഴിവില്ല. ഞാൻ അത്യധികം സങ്കടപ്പെടുന്നു. അവരെ എനിക്ക് കൈവിടുവാൻ വയ്യ. അവർക്ക് ഒന്നും നൽകുവാനുള്ള ശക്തിയും എനിക്കില്ല. ഞാൻ എന്തു ചെയ്യണം? ശൗനക മഹർഷി യുധിഷ്ഠിര മഹാരാജാവിനോടായി പറഞ്ഞു, അങ്ങ് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കൂ. അങ്ങയുടെ ഈ പ്രശ്നത്തിന് സൂര്യഭഗവാൻ തീർച്ചയായും പരിഹാരം കാണിച്ചു തരുന്നതാണ്. ഇങ്ങനെ യുധിഷ്ഠിര മഹാരാജാവ് മഹർഷിമാരെ പോറ്റുവാൻ വേണ്ടി ദിവ്യദർശനായ സൂര്യനെ പൂജിച്ചു. എങ്ങനെയാണ് പൂജിക്കേണ്ടതെന്ന് ശൗനക മഹർഷി ഉപദേശിച്ചു കൊടുത്തു. സൂര്യൻ്റെ 108 പര്യായങ്ങൾ ചേർന്ന മന്ത്രം പറഞ്ഞുകൊടുത്തു. സൂര്യൻ, അര്യമാവ്, ഭഗൻ, ത്വഷ്ടാവ്, പൂഷാവ്, അർക്കൻ, സവിതാവ്, രവി, ഗഭസ്തി,
മാനജൻ, കാലൻ തുടങ്ങി 108 പര്യായങ്ങൾ ചേർന്ന മന്ത്രം പറഞ്ഞുകൊടുത്തു. പിന്നീട് ആ ജിതേന്ദ്രിയനായ രാജാവ് ഗംഗാജലം ആചമിച്ച് ആത്മപ്രാണായാമത്തിൽ നിന്ന് ശുചിയായി ശുദ്ധമായ വാക്കിനാൽ സൂര്യഭഗവാന് സ്തോത്രം ചെയ്തു. സൂര്യഭഗവാനെ, അങ്ങ് ജഗത്തിൻ്റെ ചക്ഷുസ്സാകുന്നു. അങ്ങ് സർവ്വദേഹികളുടെയും ആത്മാവാകുന്നു. എല്ലാ ഭൂതങ്ങൾക്കും അങ്ങ് ഉത്ഭവസ്ഥാനമാകുന്നു. കർമ്മികൾക്ക് അങ്ങ് ആചാരമാകുന്നു. എല്ലാ സാഖ്യർക്കും അങ്ങ് ഗതിയാകുന്നു. യോഗികൾക്ക് അങ്ങ് ആശ്രയമാകുന്നു. മോക്ഷം ഇച്ഛിക്കുന്നവർക്കെല്ലാം തടവില്ലാത്ത ഗതിയാകുന്നു ഭഗവാനെ തുടങ്ങിയ സ്തുതിയാണ് യുധിഷ്ഠിര മഹാരാജാവ് ആചരിച്ചിരുന്നത്. ഇപ്രകാരം യുധിഷ്ഠിരൻ സൂര്യഭഗവാനെ സ്തുതിച്ചപ്പോൾ ലോകപാവനനായ ദിവാകരൻ പാണ്ഡവൻ്റെ മുൻപിൽ പ്രീതിയോടെ സ്വതേജസ്സാൽ കത്തുന്ന അഗ്നി പോലെ ദീപ്തനായി കാണുമാറായി. സൂര്യഭഗവാൻ പറഞ്ഞു, ഹേ യുധിഷ്ഠിര, നിന്റെ അഭീഷ്ടം എന്താണ്? അതൊക്കെ നിനക്ക് സാധിക്കും. ഞാൻ 12 വർഷത്തേക്ക് അങ്ങേക്ക് അന്നം തരുന്നതാണ്. ഞാൻ ഈ തരുന്ന ചെമ്പുപാത്രം അങ്ങ് സ്വീകരിക്കുക. ഇതിലെ ഭക്ഷണം മുഴുവനും പാഞ്ചാലി ഉണ്ണുന്നതുവരെ ലഭിക്കും. ഫലമൂലങ്ങൾ, ചതുർവിധാനങ്ങൾ എന്നിവ രാജകോവിലകത്തു തയ്യാറാക്കിയത് എത്ര കൊടുത്താലും ഒടുങ്ങാത്ത അത്രയും ലഭിക്കുന്നതാണ്. 14-ാമത്തെ വർഷം ഭവാൻ രാജ്യം നേടുകയും ചെയ്യും. ഇപ്രകാരം പാത്രം നൽകി അനുഗ്രഹിച്ച് സൂര്യഭഗവാൻ പെട്ടെന്ന് തന്നെ മറഞ്ഞു. വരം കിട്ടിയതിനു ശേഷം മഹർഷിയുടെ കാൽക്കൽ കുമ്പിട്ടു വണങ്ങി രാജാവ് അനുജന്മാരോടുകൂടെ സസന്തോഷം പാഞ്ചാലിയോടൊത്ത് അടുക്കളയിൽ ചെന്ന് ആ പാണ്ഡുപുത്രർ ഭക്ഷണം സ്വയം തയ്യാറാക്കി കഴിച്ചു. രാജകീയമായ അടുക്കളയിൽ ഉണ്ടാക്കപ്പെടുന്ന വിഭവങ്ങളോടു കൂടിയ സദ്യ വരുന്നവർക്കൊക്കെ സൽക്കരിച്ചു നൽകി. മഹർഷിമാരെ ഊട്ടുന്നു. അവർ ഉണ്ടതിനു ശേഷം സഹോദരന്മാരെയും ഊട്ടുന്നു. പിന്നീട് യുധിഷ്ഠിര മഹാരാജാവും കഴിക്കും. എല്ലാവരെയും ഊട്ടിയതിനു ശേഷം പാഞ്ചാലി ഉണ്ടാൽ അന്നമൊക്കെ അവസാനിക്കും. ഇപ്രകാരം സൂര്യനിൽ നിന്ന് വരം വാങ്ങി സൂര്യതുല്യമായ ആ പാണ്ഡുപുത്രൻ മനസ്സിൽ അഭിലഷിച്ച അഭീഷ്ടമൊക്കെ എല്ലാവർക്കുമായി പങ്കിട്ടു നൽകി. പിന്നീട് പാണ്ഡവന്മാർ ദ്വിജസംഘത്തോടൊത്ത് കാമ്യകവനത്തിൽ പ്രവേശിച്ചു. പാണ്ഡവന്മാരുടെ ഈ വനവാസകാലത്ത് അർജുനൻ്റെ മറ്റൊരു ഭാര്യയായ സുഭദ്ര ഗർഭിണിയായതുകൊണ്ട് തന്നെ സ്വന്തം വീടായ ദ്വാരകയിലേക്ക് പോവുകയായിരുന്നു. സുഭദ്രയുടെ ആ കുഞ്ഞ് പിന്നീട് വളരുന്നത് അമ്മാവനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൂടെയാണ്. ഹരേ കൃഷ്ണ.